ഹായ് മിസ്റ്റർ ജാസ് നജീഫ്, വെൽക്കം ടു ഷോ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളായി നമ്മൾ മീറ്റ് ചെയ്തിട്ട്, അപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങളും നമുക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ഈ ചർച്ചകൾ മുന്നോട്ടുണ്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം എങ്ങനെ എടുക്കണം, എങ്ങനെ ന്യൂട്രീഷ്യസ് ആവണം, അത് കഴിഞ്ഞിട്ട് വർക്കൗട്ടിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ അവെയറാണ്. എത്രത്തോളം ആൾക്കാർ ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അവെയറാണ്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിലാണോ ആളുകൾ മുന്നോട്ട് പോകുന്നത്? അതുപോലെ തന്നെ നിങ്ങളെ പോലത്തുള്ള ആളുകൾക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമ്മുടെ സമൂഹത്തിന് വേണ്ടി മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊരു. ഓക്കെ, താങ്ക് യു. ഏതായാലും വളരെ ആനുകാലികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇന്ന് നമ്മുടെ പുതിയ കാലത്തെ മനുഷ്യന്മാർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എവിടെ സന്തോഷം കിട്ടുമെന്ന് അറിയാതെ ആളുകൾ ഇങ്ങനെ പരക്കോടുകയാണ്. കുറേ ആളുകൾ യാത്രകൾ പോയി വെക്കുകയാണ്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ, കാണാൻ കാഴ്ചയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര പോയി വെക്കുകയാണ്. കിട്ടുന്നുണ്ടോ? കുറച്ച് സമയം കിട്ടി, അപ്പോൾ അതുവരെ തിരിച്ചു വരികയാണ്. വീണ്ടും സന്തോഷം നഷ്ടപ്പെടുമ്പോൾ വീണ്ടും യാത്ര പോവുകയാണ്. ചിലർ മ്യൂസിക്കുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു. അങ്ങനെ എപ്പോഴും സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് എല്ലാവരെയും ഇരുത്തി ചോദിക്കുമ്പോൾ ആരും ആ സന്തോഷത്തെ ഈ കയ്യിലിങ്ങനെ വെള്ളം വാരിയെടുത്ത പോലെ കുറേ സമയം അവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. ഇപ്പം ചെറിയൊരു കുട്ടി കടൽ തീരത്ത് പോയിട്ട് ആ വെള്ളം ഇങ്ങനെ കോരിയെടുത്തിട്ട് നുരകൾ മുഴുവൻ എൻ്റെ കയ്യിൽ കിട്ടി എന്ന് പറയുന്ന പോലെ കുറച്ച് സമയം കിട്ടുന്നൊരു സന്തോഷം, അതായത് ഒരു ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്സിൻ്റെ പിറകിലാണ് ശരിക്കും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അറിയുന്നില്ല അവൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്. ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ എത്തിച്ചേരേണ്ടത് സന്തോഷം എന്നതിൽ നിന്ന് മാറി സമാധാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഈ സന്തോഷവും സമാധാനവും നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ എനിക്ക് സന്തോഷം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. സന്തോഷവും സമാധാനവും പൂരമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒന്നല്ല. സന്തോഷം പലപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുന്നതിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ സന്തോഷം. അതായത് എക്സ്റ്റേണലായ ഒരു പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന ഒരു സംഭവമാണ്. എന്നാൽ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയ പണക്കാരെക്കാളും ഒരുപാട് യാത്രകൾ ചെയ്ത, അയാൾ ആഗ്രഹിച്ചത് മുഴുവനും നേടിയെടുത്ത ഒരു മനുഷ്യനേക്കാളും ഒന്നുമില്ലാത്ത ഒരു കാഷായ വേഷം ധരിച്ച സാധുവായ ഒരു മനുഷ്യൻ സമാധാനം അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ സന്തോഷവും സമാധാനവും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സമാധാനം വളരെ കാമാണ്. ഇതൊരു മനസ്സിൻ്റെ ഒരു സ്റ്റേറ്റാണ്. ഇതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസ്ഥ സാധാരണക്കാരനായ ഒരു മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അവന് എത്ര ഓടിയിട്ടും എത്താത്തതും മതിയാവാത്തതും ഇതുകൊണ്ടാണ്. അവൻ്റെ ദാഹം കെടുന്നില്ല. കാരണം എന്താ? അവൻ്റെ മനസ്സിന് ശരിക്കും വേണ്ടത് സന്തോഷമല്ല, സമാധാനമാണ്. ആത്മാവ് ശാന്തമാകുന്നത് സമാധാനത്തിലേക്ക് എത്തുമ്പോഴാണ്. സമാധാനം പലപ്പോഴും ആത്മീയതയായിട്ടൊരു കണക്ഷൻ ഉണ്ട്. കാരണം ദൈവത്തിങ്കിലേക്ക് എല്ലാം അർപ്പിക്കുമ്പോൾ കിട്ടുന്നത് സമാധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നു? റിലീജിയസ് ആയിട്ട് ദൈവത്തിലേക്ക് യാത്ര ചെയ്ത് ആത്മീയതയിലേക്ക് മുഴുകി സമാധാനത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സമാധാനം ആത്മാവ് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്, നമ്മൾ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ചോറ്, കറി എല്ലാം ശരീരത്തിൻ്റെ ഭക്ഷണമാണ്. മനസ്സിൻ്റെ ഭക്ഷണത്തെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ സന്തോഷത്തെ പറയാം. ആത്മാവിൻ്റെ ഭക്ഷണമാണ് സമാധാനം. അത് ആത്മീയതയിലേക്ക് ചേർന്ന് ലയിച്ച് കിടക്കുന്ന ഒരു സാധനം കൂടിയാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നതെല്ലാം നമ്മുടെ കയ്യിലില്ല എന്ന് ചിന്തിച്ചു തുടങ്ങേണ്ടി വരും. നമുക്കുള്ളതിനെ കാണാൻ കഴിയേണ്ടി വരും. നമുക്ക് ഈ ലോകം ഒരു എളുപ്പത്തിൽ നശിച്ചു പോകുന്ന, നമുക്ക് ഈ ലോകത്ത് കുറച്ച് സമയമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ വരേണ്ടി വരും. ഇപ്പം നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ പുറംപോടിയൊക്കെ പൊളിച്ച് നമ്മളെന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ഉള്ളിലെ സത്തയായൊരു നമ്മളുണ്ട്. അതിലേക്കൊരു മടക്ക യാത്ര കൊണ്ടുവരും. നമ്മൾ ശരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് പുറത്തേക്കാണ്. പുറത്തെ കാഴ്ചകൾ കാണാനാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സമാധാനം ഒരിക്കലും നമുക്ക് പുറത്തെ കാഴ്ചകളല്ല കാണിച്ചു തരുന്നത്, ഉള്ളിലെ കാഴ്ചകളാണ്. അതുകൊണ്ടാണ് സമാധാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ വളരെ കുറഞ്ഞ ആളുകളാണ് നമ്മുടെ ലോകത്ത് ഉണ്ടാവുക. ആ ഉള്ളവർ പലപ്പോഴും വീടിൻ്റെ പുറത്തു പോലും ഇറങ്ങുന്നില്ല. അവരേതെങ്കിലും ഒരു കാട്ടിലോ ഏതെങ്കിലും ഒരു മേട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുന്നിലോ പോയിട്ടിരുന്ന് അവരുടെ ആ സമാധാനം എന്ന് പറയുന്ന മനോഹരമായ അവസ്ഥയെ അവരിങ്ങനെ മധുരമോടെ ഇങ്ങനെ അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അവരാരിലേക്കും പോകുന്നേ ഇല്ല. കാരണം അത്രയും ബ്യൂട്ടിയാണ് ആ ഒരു അവസ്ഥ. അതിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യന് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവനിങ്ങനെ ഈ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ അവൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുള്ള വികാരങ്ങളുടെ
ഇപ്പോൾ ഒരുപാട് ഭാണ്ഡക്കെട്ടുകളുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരാളോട് ദേഷ്യം തോന്നുമ്പം എൻ്റെ ഉള്ളിലുണ്ടാകുന്നൊരു വികാരമുണ്ട്. ഈ ഭാണ്ഡവും കൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഒരിക്കലും എനിക്ക് സമാധാനം ഉണ്ടാകുന്നില്ല. എനിക്ക് നാളത്തേക്കുള്ള കുറേ ചിന്തകളും സ്വപ്നങ്ങളുണ്ട്. ഇതൊരിക്കലും എനിക്ക് സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഫ്യൂച്ചറും പാസ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് പ്രസൻറ്റ് സ്റ്റേറ്റിലേക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു റിയാലിറ്റിയിലേക്ക് നിൽക്കാനൊക്കെ കഴിയുമ്പോഴാണ് സമാധാനത്തെ ശരിക്കും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇത് പെട്ടെന്ന് കഴിയുന്നില്ല. ഒരുപാട് കാലത്തെ നമ്മുടെ പരിവർത്തനത്തിലൂടെ ആയി തീരേണ്ടുന്ന, അല്ലെങ്കിൽ അത്രയും ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ ഉണ്ടാവേണ്ടുന്ന ഒരു സ്റ്റേറ്റാണ്. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു ബലഹീനത എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഏകദേശം പല മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ആയുസ് തീർന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യം. കാരണം പ്രായമാകുമ്പോഴാണ് പലരും ഈ സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോഴാണ് അവൻ ഈ ഓടിയതൊക്കെ വെറുതെ ആയിരുന്നു മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ജീവിതം അവസാനിച്ചു പോകുന്നു എന്നാണ് സത്യം. ഇത് നേരത്തെ ഈ തിരിച്ചറിവിലേക്ക് എത്തണമെങ്കിൽ ശരിക്കും നമ്മളെക്കുറിച്ച് പഠിക്കണം. മനുഷ്യരെന്താണ്, ബന്ധങ്ങൾ എന്താണ്, മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ശരിക്കും നമ്മുടെയൊക്കെ നീഡുകൾ. എനിക്കൊരു നീഡുണ്ടല്ലോ, എൻ്റെ മൈൻഡിൻ്റെ നീഡ് എന്താണ്, ആത്മാവിൻ്റെ നീഡ് എന്താണ്, ഞാൻ അങ്ങനെ ഓരോ നീഡുകളെ കുറിച്ച് പഠിച്ച് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരവസ്ഥ നമ്മൾ ട്രെയിൻഡ് ആവണം. പിന്നെ നമ്മൾ നിരന്തരം നമ്മുടെ ചിന്തകൾ ഒബ്സർവ് ചെയ്യുന്ന, നമുക്ക് മാത്രമുള്ള ചില സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ പഠിച്ച് നമുക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ നമ്മൾ ജീവിക്കണം. ഞാനിങ്ങനെ ഭർത്താവായിട്ട് ജീവിക്കുന്നത്, ഉപ്പയായിട്ട് ജീവിക്കുന്നത്, ഒരു അയൽവാസിയായിട്ട് ജീവിക്കുന്നത്, അങ്ങനെ നാട്ടുകാരനായി ജീവിക്കുന്നത്, ആർക്കൊക്കെ വേണ്ടി ഞാനിങ്ങനെ ജീവിക്കുന്നത്. ഞാൻ ഇടപെട്ടിട്ടുള്ള ഓരോ മേഖലകളിലും എനിക്കൊരു ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെയെല്ലാം ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ അവർക്ക് വേണ്ടി ഞാനിങ്ങനെ വർക്ക് ചെയ്യുകയാണ്. അതിൽ നിന്ന് മാറി ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ ആ സമാധാനം എന്ന് പറയുന്ന മനോഹരമായ രത്നത്തെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. ഇതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ശരിക്കും നമ്മൾ മൈൻഡ് ടു നെച്ചുവൽ നടത്തുന്ന ഈ ഒരു ഫേം തന്നെ നടത്തുന്നത്. ഏകദേശം ഒരു 70ഓളം പ്രോഗ്രാമുകൾ നമ്മൾ ഈ ഫേമിൽ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആത്യന്തികമായിട്ട് മനുഷ്യനെ അവൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ അവന് ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളോട് കൂടിയാണ് അവൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. പടച്ചവൻ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെക്കാളും കഴിവുള്ള, നമ്മളെ ക്രിയേറ്റ് ചെയ്ത ഒരാളല്ലേ. അപ്പം അത്രയും കഴിവുള്ള അദ്ദേഹം സൃഷ്ടിച്ച നമ്മളെന്ന് പറയുന്ന സൃഷ്ടി അത്രയും കഴിവുള്ളതായിരിക്കില്ലേ. അപ്പം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അതിനെ കണ്ടെത്തി കൊടുക്കാൻ. നമ്മൾ അധ്യാപകനെ കുറിച്ച് ഒരിക്കലും റൂമി പറയുന്നുണ്ടല്ലോ, അധ്യാപകൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തോന്ന് പുതിയത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളല്ല, ഓരോ മുന്നിലിരിക്കുന്ന ആളുടെ ഉള്ളിലെ രത്നത്തെ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്ന ആളാണ്. മൗലാന റൂമി പറഞ്ഞ ഇതുപോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ആളുടെ ഉള്ളിലുണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായില്ല. അതിനെ ഒന്ന് കണ്ടെത്താൻ അവരെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് വിടുക. അതാണ് മൈൻഡ് ടു നെച്ചുവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിവിധ രീതിയിൽ. ചില ആളുകൾക്ക് ആവശ്യം മെഡിറ്റേഷൻസ് ആയിരിക്കും. അതിന് നമ്മൾ സിംപ്ലി മെഡിറ്റേറ്റ് പോലത്തെ പ്രോഗ്രാമുകൾ നടത്തുന്നു ഒരുപാട് കാലമായിട്ട്. പിന്നെ ചില ആളുകൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും ആവശ്യം. ചില ആൾക്ക് അതിലേക്ക് എത്തുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നത് അവർക്ക് പലരോടുള്ള വിദ്വേഷമായിരിക്കും. അതിന് നമ്മൾ ഫോർഗീവ്നെസ് ഏരിയയിൽ മൈൻഡ് ബാത്ത് പോലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നു. ചില ആൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതായിരിക്കും പ്രശ്നം. അവിടെ നമ്മൾ എക്സോറസ് പോലുള്ള ലോങ് ടേം കോഴ്സുകൾ നടത്തുന്നു. ചില ആൾക്ക് എന്തൊക്കെയാണോ അവർ അനുഭവിക്കുന്നത് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി കോഴ്സുകളാണ്. ശരിക്കും ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. സൊസൈറ്റി എംപവർ ചെയ്യാൻ ത്രൂ ഹീലിങ്ങിലൂടെ സൊസൈറ്റി എംപവർ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും മൈൻഡ് ട്യൂണിൻ്റെയും ഒരു വലിയ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു.